എല്ലാവർക്കും മാരിയ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അമ്മച്ചായൻ രോഹിത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവരുടെ കൂടെ പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ ജില്ലെന്ന് നിൽക്കണം ഇവരോട്. പിന്നെ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മാമച്ചായ ഇവിടെ ഒരു രഹസ്യം പറ, കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടതെന്ന് ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പറയുമ്പോഴത്തേക്ക് പറയുവാണ്, ഓ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇവിടെ വല്ല വടംവലി നടക്കുന്നുണ്ടോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. കുട്ടി പറയുവാണ്, അങ്ങനെ നടത്തിയാലും കുഴപ്പമില്ല, നമ്മൾ പിടിച്ചു നിന്നോളാം എന്ന് തന്നെ പറയുന്നുണ്ട്. അവരകത്തേക്ക് കയറി വന്നിട്ട് മാമച്ചായൻ പറയുവാണ്, ഇവരുടെയൊക്കെ പേര് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് എല്ലാവരുടെയും പേര് മറന്നുപോയെന്ന്. മാമച്ചായൻ അതൊക്കെ മറന്നുപോയി. ഇത് ബബിത മോൾ, നിൽക്കുന്നത് കൃഷ്ണമോളുമാണ്. തലതിരിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി കളിയാക്കുന്നുണ്ട്, ആ കറക്റ്റ് ഓർമ്മയെന്ന്. അല്ല കേട്ടോ, ഇത് ഈ നിൽക്കുന്നതാണ് ബബിത, മോളാണ് ഇതെന്ന് മാറ്റി പറഞ്ഞു കൊടുക്കും. ഗ്രേസ്യമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയുവാണ്, ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ പട്ടിണി കിടക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വരുന്ന കാര്യം എന്നോട് വിളിച്ചു പറയണമായിരുന്നു, പറഞ്ഞില്ലല്ലോ, ആ സ്ഥിതിക്ക് പട്ടിണി കിടക്കാം, അത് തന്നെയാ നല്ലത് എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. സമയത്ത് അലീന ചോദിക്കുവാണ്, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഗ്രേസിയമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രേസിയമ്മ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി. ഗ്രേസിയമ്മ എന്നിട്ട് പറയാണ്, തൽക്കാലത്തേക്ക് അത് നിൽക്കട്ടെ, നീ ഇവരെ കൊണ്ടുപോയി റൂം ഒന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. അവരൊന്ന് ഫ്രഷായി റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ, അതിന് ശേഷമാവാം ബാക്കി കാര്യങ്ങൾ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവരുമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ആകെ വിഷമിച്ച് എല്ലാവരും മുകളിലോട്ട് കയറി പോകുമ്പോൾ ആകെ വിഷമിച്ച് രോഹി അവിടെ തന്നെ നിൽപ്പുണ്ട്. സമയത്ത് രേവതിക്കുട്ടി പറയുവാണ്, എന്താ രോഹി അവിടെ വിഷമിച്ച് നിൽക്കുന്നത്, ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് പറയുന്നുണ്ട്. ആ സമയം മാമച്ചായൻ രോഹിത്തിനോട് വന്നിട്ട് പറയുവാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വിടുന്നില്ല, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ബോറടിക്കും, അതിന് ഞാൻ കൂട്ടുകൊടുത്തോളാം എന്ന് തന്നെ മാമച്ചായൻ പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് മാമച്ചായൻ ചോദിക്കുവാണ്, മോന് ചെസ് കളിക്കാനൊക്കെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പറയുവാണ്, ആ അറിയാന്ന് പറയുന്നുണ്ട്. ഗ്രേസിയമ്മ പറയുവാണ്, അതിനെ ചെസ് ബോർഡിനടുത്തേക്ക് പിടിച്ചിരുത്തി കളയരുതെന്ന് പറയുന്നുണ്ട്. ഇതുവഴി ഓടിച്ചാടി സമാധാനത്തോടെ നടക്കട്ടെ, മാമച്ചായന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം പോക്ക എന്നൊക്കെ ഗ്രേസിയമ്മ പറയുവാണ്. നീ അങ്ങോട്ടൊന്ന് പൊയ്ക്കേ, ഞാൻ അതൊക്കെ ശരിയാക്കാന്ന് മാമച്ചായൻ പറയുന്നുണ്ട്. അതിനുശേഷം മാമച്ചായൻ രോഹിത്തുമായിട്ട് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. എന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഗോവർദ്ധനാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ്, അതിനിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ഇടുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ഗോവർദ്ധനാണെങ്കിൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അയ്യോ ബാലേട്ടൻ എന്താ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ പേടിക്കൊന്നും വേണ്ട, വണ്ടി ഒരിടത്തും ഇടിച്ചതൊന്നുമല്ല, വണ്ടിയിൽ പോകുന്നവൻ ഒന്ന് ചവിട്ടിയപ്പോൾ ഞാനും അങ്ങോട്ടേക്കൊന്ന് ചവിട്ടിയതാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഗോവർദ്ധൻ പറയുവാണ്, ബാലേട്ടൻ വണ്ടി ഓടിച്ച് മടുത്തു കാണില്ലേ, ഞാനൊന്ന് ഓടിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, ഇല്ലടോ, ഞാൻ അങ്ങനെയൊന്നും മടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ അങ്ങോട്ട് ഞാനും നീയും ഒക്കെ ജില്ലെന്ന് നിൽക്കണം, അങ്ങനെ തന്നെ നിൽക്കും എന്നും പറയുന്നുണ്ട്. കാണിക്കുന്നത് നമ്മുടെ അലീനയും രേവതിക്കുട്ടി അവരും ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. സമയത്ത് ഗ്രേസി അമ്മ ഭക്ഷണവും വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേസി അമ്മയുടെയും മാമച്ചേന്റെ നടുക്കാണ് രേവതിക്കുട്ടി ഇരിക്കുന്നത്. പിന്നെ ആ സമയത്ത് പറയുവാണ്, നീ എന്തിനാടി അവരുടെ നടുക്ക് കയറിയിരിക്കുന്നതെന്ന്. ആ സമയത്ത് രേവതിക്കുട്ടി പറയുവാണ്, ഇവരുടെ നടുക്കല്ല, ഇവരുടെ തലയിലാണ് ഇരിക്കേണ്ടത്, അങ്ങനെയാണ് ഇവരുടെ സ്വഭാവം. പിന്നെ നിങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരെ വെറുതെ വിട്ടേക്കുന്നതെന്ന് പറയുന്നുണ്ട് രേവതി. സമയത്ത് അലീന ചോദിക്കുവാണ്, നീ ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ പിന്നെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി പറയുവാണ്, ഞാൻ ശരിക്കും ഉണ്ടാക്കണ്ട എന്നാ വിചാരിച്ചത്, പിന്നെ കൂടെ വരുന്നത് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ അവര് പട്ടിണിയാവണ്ട എന്ന് കരുതി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് വിഷമം തോന്നുന്നുണ്ടല്ലോ, അത് ഓർത്താണ് ഞാൻ ഇത്രയെങ്കിലും ഉണ്ടാക്കി വെച്ചത്, എങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ന് രേവതിക്കുട്ടി പറയുവാണ് അലീനയോട്. സമയത്ത് മാമച്ചായൻ പറയുകയാണ്, ഇവൾ പറയുന്നതൊന്നും നിങ്ങളൊന്നും കാര്യമാക്കണ്ടെന്നേ, ഇവൾ ഇത്തിരി ഓവറാണ്, അങ്ങനെ ഇവള് ഓവറാവണമെന്ന് പലരും പറയാറുമുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുന്ന രോഹിത്ത് അങ്ങോട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നേരെ, അതെനിക്കും തോന്നി. സമയത്ത് രേവതിക്കുട്ടി പറയുവാണ്, അതെ വീര, ശരിക്കും ഓവർ ഞാനല്ല, വേറെ പലരുമാണ്, അങ്ങനെ ഓവറായാലേ നാട്ടുകാർ ശ്രദ്ധിക്കൂ എന്ന് തെളിയിച്ച ഒരാളുണ്ട്. അങ്ങനത്തെ രീതിയിലൊക്കെ രേവതിക്കുട്ടി സംസാരിക്കുമ്പോഴത്തേക്കും രോഹിത്തിനാണെങ്കിൽ അങ്ങ് വല്ലാണ്ട് മുഖമാകുന്നുണ്ട്, ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഗ്രേസിയം ഒരു നുള്ളു വെച്ചു കൊടുക്കുന്നുണ്ട്, നിനക്ക് ആവശ്യമില്ലാത്തതൊന്നും പറയാതിരുന്നൂടെ എന്ന് പറഞ്ഞിട്ട് സമയത്ത് മാമച്ചായൻ പറയുകയാണ്, ഇവൾ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ചെവിയിൽ കൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് പുറത്ത് വിട്ടാൽ മതി. സമയത്ത് അലീനയും ദേഷ്യപ്പെടുന്നുണ്ട്, ഇത് എന്താ രേവതിക്കുട്ടി നീ കാണിച്ചതെന്ന് കേൾക്കുമ്പോൾ ബബിതയുടെയും
കൃഷ്ണമോളുടെ മുഖമൊക്കെ അങ്ങ് മങ്ങി പോകുന്നുണ്ട്. എല്ലാവരും വിഷമത്തിലാകുന്നുണ്ട്. സമയം രേവതിക്കുട്ടി പറയുവാണ്, ഇല്ല ഞാൻ ഇനി ഒന്നും പറയില്ല, നിർത്തി. പെട്ടെന്ന് രോഹിത് പറയുവാണ്, എന്തിനാ നിർത്തുന്നത്? നീയും പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, രയ്ക്കുന്ന പട്ടി കടിക്കുകയില്ല എന്ന് കേട്ടിട്ടില്ലേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയേണ്ടവരങ്ങ് പറഞ്ഞോ എന്ന് തന്നെ രോഹിത് പറയുവാണ്. രോഹിത് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മാമച്ചായൻ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ചയൻ പറയുവാണ്, ആ കൊടുത്തോ, അങ്ങനെ തന്നെ കൊടുത്തോ എന്ന് പറയുന്നുണ്ട്. സമാധാനമായി അങ്ങനെ തന്നെ നല്ല രീതിയിൽ കൊടുത്തോ എന്ന് തന്നെ മാമച്ചായൻ പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയുവാണ്, ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഇനി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ വായിൽ നാക്കുണ്ടെന്ന് ഞാൻ തെളിയിച്ചില്ലേ, ഇത്രയെങ്കിലും എന്നെ കൊണ്ട് പറ്റിയില്ലേ എന്ന് ചോദിക്കുവാണ്. അവര് സംസാരിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവർ കറങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ആദ്യം ബീച്ചിൽ പോകണം, എന്നിട്ടൊരു സിനിമയ്ക്ക് പോകണം, അതുപോലെ തന്നെ മാളിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും കൂടെ പറയുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാനെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം രോഹിത്തും ബബിതയും രേവതിക്കുട്ടിയും ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് രേവതിക്കുട്ടിക്കാണെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. വീഡിയോ രോഹിത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നെറ്റ് സ്ലോ ആയതുകൊണ്ട് കിട്ടുന്നില്ല, വെയിറ്റ് ചെയ്ത് നോക്കാന്നൊക്കെ പറയുന്നുണ്ട് രോഹിത്ത്. ആ സമയത്ത് അങ്ങോട്ടേക്ക് മാമച്ചായൻ എത്തുന്നുണ്ട്. മാമച്ചായൻ വന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുകയാണ്, എടാ മോനെ, നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നാലോ? ഞാനത് അങ്കിളിനോട് പറയാൻ വന്നതാ, ആകെ ബോറടിക്കുവാണ്, പുറത്തേക്ക് പോകാന്ന് പറയുന്നുണ്ട് രോഹിത്ത്. സമയത്ത് രേവതിക്കുട്ടി ചോദിക്കണം, അതെന്താ പരിപാടിയാ? ഞാനല്ലേ ആദ്യം വീഡിയോ അയച്ചു തന്നത്, അപ്പോൾ എനിക്കല്ലേ ആദ്യം ശരിയാക്കി തരേണ്ട. സമയത്ത് രോഹിത്ത് പറയുവാണ്, അതിന് ഇനിയും സമയമുണ്ടല്ലോ, ഞാനിപ്പോൾ നല്ല രീതിയിൽ ബോറടിച്ചു, ഞാനൊന്ന് അങ്കിളിനോട് പുറത്തേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. സമയത്ത് എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുവാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്നേ എന്ന് പറയുന്നുണ്ട്. പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സമയത്ത് രേവതിക്കുട്ടി പറയുവാണ്, ഷോ കഷ്ടമായി പോയല്ലോ എന്ന് പറയുമ്പോൾ പിത പറയുവാണ്, ഇവിടെ എങ്ങനെയാ ബോറടിച്ചിരിക്കുമായിരുന്നു, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകൾ വന്നത്, അതുകൊണ്ടാ രക്ഷപ്പെട്ടതെന്ന് ബബിത പറയുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി പറയുവാണെങ്കിൽ അവരങ്ങ് പോട്ടെ, നമുക്ക് വേറെ കുറച്ച് കാര്യം ഉണ്ട് എന്ന് രേവതിക്കുട്ടി പറയുവാണ്. പിന്നെ ബബിതയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കഴിഞ്ഞിട്ട് അലീനയും കുട്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന റൂമിലേക്ക് പോകുന്നുണ്ട്. ബബിതയോടും കൃഷ്ണമോളോടും ഒന്ന് യാത്ര കഴിഞ്ഞ് വന്നതില്ലേ, ഒന്ന് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നു. അതിനുശേഷം എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള കാര്യം ഒന്നും കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഏതോ മാളിലൊക്കെ പോകണം, ഇവിടെ എല്ലാം നമുക്ക് പോകാം, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം എന്ന് തന്നെ പറയുവാണ്. ആ സമയത്ത് അലീന ചോദിക്കുവാണ്, ഇത്രയും സ്ഥലത്ത് അങ്കിളിനും ആന്റിക്കും വരാൻ കഴിയോടി? ആ സമയത്ത് രേവതിക്കുട്ടി പറയാണ്, അതിന് അവര് വരുന്നില്ലല്ലോ, നമ്മൾ തനിച്ചാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. സമയത്ത് അലീന പറയണേ, അവരില്ലാതെ പോകുന്നത് മോശമല്ലേടി? മോശമില്ല, അവര് നമ്മുടെ കൂടെ വരത്തില്ല, അവരെ കെട്ടി വലിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അവർക്ക് വയ്യ, അതുകൊണ്ടാ വരാത്തെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബബിത മോളോട് കൃഷ്ണ മോളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് രേവതിക്കുട്ടിയെ അലീനയുമായിട്ട് വരുന്നുണ്ട് പുറത്തേക്ക്. ഭയങ്കര സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കാണുമ്പോൾ കൃഷ്ണമോളും ബബിത മോളും കൂടെ സംസാരിക്കുവാണ്, അവര് നല്ല സ്നേഹത്തിലല്ലേ? സമയത്ത് ബബിത മോള് പറയുവാണ്, അതേ, നല്ല സ്നേഹം, ഒരു അനിയത്തി കിട്ടാനും വേണം ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. സമയത്ത് കൃഷ്ണമോള് പറയുവാണ്, അനിയത്തി ആയതുകൊണ്ട് കാര്യമില്ല, അതുപോലെ ഒരു അനിയത്തിയെ കിട്ടാനും വേണം ഒരു ഭാഗ്യം എന്ന് പറയുന്നുണ്ട് ബബിത. സമയത്ത് കൃഷ്ണമോള് പറയുവാണേ, അനിയത്തി ആയിട്ടും കാര്യമില്ല, ഉള്ളവരോടെ നല്ലതായിട്ട് പെരുമാറാൻ പഠിക്കണം, അല്ലെങ്കിൽ അനിയത്തിമാരെ നല്ലതായിട്ട് ഒരു പ്രയോജനവുമില്ല. അതിനുശേഷം രണ്ടുപേരും കൂടെ പിണങ്ങുന്നുണ്ട്. എന്നിട്ട് പറയണ കയറി കിടക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് പിണങ്ങി കിടക്കുന്നുണ്ട്. സമയത്ത് കൃഷ്ണമോള് ബബിതയോട് ചോദിക്കുവാണ്, ചേച്ചി, നമ്മുടെ അടുത്തുനിന്നും ചേച്ചി നമ്മളെ വിട്ട് പോയാൽ നമ്മൾ ഇതേ സന്തോഷത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്താ തോന്നുന്നതെന്ന് ബബിതയോട് ചോദിക്കണം കൃഷ്ണമോള്. സമയത്ത് ബബിത പറയുവാണ്, ഒന്നും മിണ്ടാതിരിക്കുവെണ്ണേ എന്ന് പറയുന്നുണ്ട്. ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൃഷ്ണമോളാണെങ്കിൽ ബബിത മോളെ വന്ന് കെട്ടിപിടിച്ച് കിടക്കുന്നുണ്ട്. രണ്ടുപേരും കൊല്ലം മാറ്റി അവർ റെസ്റ്റ് എടുക്കുവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാലചന്ദ്രനെയും ഗോവർദ്ധനെയുമാണ്. രണ്ടുപേരും ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഗോവർദ്ധൻ ചോദിക്കുവാണ്, ഞാൻ ഓടിക്കട്ടെ ബാലേട്ട? ഒരുപാട് ദൂരമായിട്ട് ബാലേട്ടനല്ലേ ഓടിക്കുന്നത്, ബാലേട്ടന് മടുത്തില്ലേന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ദൂരമല്ലേ ഉള്ളൂ, അത് ഞാൻ ഓടിച്ചോളാം. കുറച്ചോ, 150 കിലോമീറ്റർ ഇനിയുമുണ്ട്. സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, ഇതൊന്നും ഒരു ദൂരമല്ലടോ, ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ അങ്ങോട്ട് ജിൽ ജിൽ എന്ന് നിൽക്കണം, ഇതൊന്നും ഒരു പ്രശ്നവും അല്ലെന്ന് പറയുവാണ്. ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ കാണിക്കുന്നത് നമ്മുടെ അലീനയും രേവതിക്കുട്ടിയുമാണ്. രണ്ടുപേരും ഗ്രേസി അമ്മയുടെ റൂമിലേക്ക് വരുന്നു. അവർ വന്നു കഴിയുമ്പോൾ ഗ്രേസി അമ്മ ചോദിക്കുവാണ്, മോളെ, നീ അവിടെ നിന്ന്
പാലയിൽ നിന്ന് പോകുവാണോ എന്ന് പറഞ്ഞു കേട്ടു. മോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഗ്രേസി അമ്മ. അലീന ആ സമയം പറയുവാണ്, ആന്റി ഞാൻ ആ വീട്ടിൽ നിന്ന് പോയാലേ മാഡം അങ്ങോട്ടേക്ക് തിരിച്ചെത്തുകയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് പറയുന്നത്. ആ സമയം ഗ്രേസി അമ്മ പറയുവാണ്, ഇത് കുറെ കാലമായിട്ട് പറയുന്നതല്ലേ, ഉണ്ട് ഇപ്പോ അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുവാണ്, ഞാനാണ് അവിടുത്തെ പ്രശ്നക്കാരി. ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവരൊരു കുടുംബം ആകുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതല്ലേ ആന്റി നല്ലത്. ആ സമയത്ത് ഗ്രേസി അമ്മ ചോദിക്കുവാണ്, അങ്ങനെ ആകുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അലീന ആ സമയം പറയുവാണ്, അതെനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുക്കണം. അങ്ങനെ അവിടെ ശരിയാകുവാണെങ്കിൽ ശരിയാകട്ടെ, അല്ലാതെ ഞാൻ ഇനി വീണ്ടും അവിടെ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല. സമയത്ത് രേവതിക്കുട്ടി പറയുവാണ്, എല്ലാവരും ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ചേച്ചി അവിടെ നിന്ന് പോകുന്നു, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. സമയത്ത് അലീന പറയുവാണ്, വിഷമമുണ്ട്, പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ, ബാക്കി വരുന്നതെല്ലാം ഞാൻ സഹിച്ചോളാം. പിന്നീട് ഒരു കാലത്ത് ഇതെല്ലാം ശരിയാകുവാണെങ്കിൽ അന്ന് ഞാൻ തിരിച്ചു വന്ന് അവരെ എല്ലാവരെയും കണ്ടുകൊള്ളാം. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി അലീന പറയുമ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ഈ സത്യങ്ങളെല്ലാം ബാലചന്ദ്രന് വൈജയന്തിയോട് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? മാമച്ചായൻ അങ്ങനെ ചോദിക്കുമ്പോൾ അത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.